ഫ്രണ്ട്സ്, ഒരു മേക്കപ്പ് വർക്കിന് ശേഷം ഞാൻ എന്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ബ്രഷസും അതേപോലെ കോമ്പൊക്കെ ഞാൻ എങ്ങനെയാണ് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കാറ് എന്നുള്ളത് കാണിക്കാമെന്ന്. അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ജസ്റ്റ് അതിന്റെ പ്രൊസീജിയർ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. എന്നിട്ട് ലോങ് വീഡിയോ കാണണം എന്നുള്ളവർക്ക് അതുകൂടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ ലോങ് വീഡിയോയിലാകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കും കൂടെ ചെയ്യാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രഷ് വാഷ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു കപ്പിലേക്കോ ഒക്കെ കുറച്ച് മേക്കപ്പ് റിമൂവർ എടുക്കും. എന്നിട്ട് നമ്മൾ ബ്രഷസും സ്പഞ്ചസും ഒക്കെ അതിനകത്ത് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സിനെ ഇളക്കി കളയാണ് ആദ്യം ചെയ്യാറ്. അതിനുശേഷം ജസ്റ്റ് നമ്മൾ നോർമൽ ഹെയർ വാഷിനൊക്കെ യൂസ് ചെയ്യുന്ന ഷാമ്പു ഉണ്ടല്ലോ, അത് നന്നായിട്ട് പതപ്പിച്ച് ഒരു കപ്പിൽ നന്നായിട്ട് എടുക്കും. എന്നിട്ട് കുറച്ചു നേരം ഈ ബ്രഷസ് അതിനകത്ത് ഇട്ട് വെക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് ഇളകി വരും നന്നായിട്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. അതിനുശേഷം വാം വാട്ടറിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കഴുകിയെടുക്കാറാണ്. ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു വൃത്തിയുള്ള ടവലിലേക്ക് ബ്രഷസും കോമ്പൊക്കെ പരത്തി വെക്കും. ജസ്റ്റ് അതിലുള്ള വെള്ളം ഒന്ന് പോകാനായിട്ട്. വെയിലുള്ള സമയമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിച്ചെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം, അതിനകത്ത് ഒരു അംശം പോലും വാട്ടർ കണ്ടന്റ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ബ്രഷസ് ഒക്കെ എടുത്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അതിനകത്ത് ഫംഗൽ ഗ്രോത്ത് വരും. അപ്പോൾ വെറ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 100% ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുത്ത് വെക്കാം. കോമ്പോ അതേപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുന്ന ഷാമ്പു വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴുകാറ്. ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് അമർത്തി ഉരച്ചു കൊടുത്താൽ തന്നെ ക്ലീൻ ആവും. അപ്പൊ ലോങ് വീഡിയോ ഞാൻ ഇതിലേക്ക് പിൻ ചെയ്യാട്ടോ. താല്പര്യമുള്ളവർ കയറി കണ്ടോളൂ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും